ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് കയറ്റിയാണ്. അതേപോലെ തന്നെ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് വണ്ടിക്ക് പിക്കപ്പ് വളരെ കുറവായിരുന്നു. ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനർ തന്നെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിൽ വന്ന വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് കംപ്ലൈൻ്റ് ഉണ്ട്. അത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൂട്ടത്തിൽ മാറണം. തന്നെയല്ല ചെയിൻ സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ്. അതായത് മാക്സിമം അത് വലിച്ച് അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. തന്നെയല്ല ഈ ബാക്ക് സൈഡിലൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പിടിക്കണില്ല. വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കണമുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു ദിവസം വണ്ടി വെക്കേണ്ടതായിട്ട് വരും. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ പ്ലഗും മാറേണ്ട ടൈം ആയിട്ടുണ്ട്. ശരിക്കും ഇത് യെല്ലോ കളറാണ്. ഇത് പൊടി പിടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്റർ ഉള്ളൂ. എയർ ഫിൽറ്ററും പ്ലഗും ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾ മാറ്റേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ച് ഡിസ്കിൻ്റെയാണ് നമുക്ക് ആ വലിയുടെ പ്രശ്നം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ച് സൈഡ് അഴിച്ചിട്ടുണ്ട് ഡിസ്ക് മാറ്റാനായിട്ട്. ക്ലച്ച് ഡിസ്കും പ്ലേറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിലും കൂട്ടത്തിൽ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഇത് കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റേണ്ടി വരുന്ന ഈ ഗ്യാസ്കറ്റ് പേപ്പർ ഗ്യാസ്കറ്റ് നമ്മൾ ഒരു പ്രാവശ്യം അഴിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് മാറ്റിയിട്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ക്ലച്ച് ക്യാമിൻ്റെ ഓറിങ് അങ്ങനത്തെ 1-2 ഐറ്റംസൊക്കെ നമുക്ക് ഒരു പ്രാവശ്യമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ പുതിയ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. പുതിയ ബാറ്ററിയാണ്, നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ കേസ് പറഞ്ഞല്ലോ, പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടത്. അത് ഈ പറഞ്ഞ രീതിയുടെ ഓരോ 10,000 കിലോമീറ്ററും കൂടുമ്പോൾ നമ്മൾ മാറ്റേണ്ടതാണ്. 10,000 കിലോമീറ്ററാണ് അതിൻ്റെ ശരിക്കും നല്ലൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഇവിടെ ഔട്ടർ വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് കേബിൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതുകൂടി കൂട്ടത്തേക്ക് മാറ്റിവിടാം. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ മൺഗാർഡിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടോ, മൺഗാർഡ് ഷെയ്ക്ക് എന്ന് പറയുന്നത്. ഇത് നിലവിൽ ഈ ഒരു ഷെയ്ക്ക് ഓൾറെഡി ഉള്ളതാണ്. മൈന്യൂട്ടായിട്ട് ഒരു ഷെയ്ക്ക് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫിക്സ് ചെയ്തേക്കുന്നത് റബ്ബർ ബുഷിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ പ്ലേ ആണ് കാണിക്കുക. അത് നമ്മൾ വണ്ടി ഗട്ടറിലൊക്കെ ചാടുമ്പോൾ മൺഗാർഡുമേക്ക് ഡയറക്റ്റ് അതിൻ്റെ ഫ്രിക്ഷൻ ചെല്ലാതിരിക്കാൻ, ആ ഇളക്കം ചെല്ലാതിരിക്കാനായിട്ട് കമ്പനി സെറ്റ് ചെയ്തതാണ് റബ്ബർ ബുഷ് വെച്ചിട്ട്. അപ്പോൾ അത് ശരിക്കും അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബോൾട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, ടൈറ്റാണ്. പിന്നെ നമുക്ക് ഈ സൈഡിൽ വന്ന കേബിളിൻ്റെ ഈ ഗൈഡ് നമുക്കൊന്ന് മാറ്റിയിടാം. അവിടെ നിന്ന് ചാടി പോന്നിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നമുക്കെന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ, പ്ലഗ്, എഞ്ചിൻ ഓയിൽ, പിന്നെ അതേപോലെ ചെയിൻ സ്പോക്കറ്റും അതിൻ്റെ ബാക്കിലത്തെ വീലിൻ്റെ റബ്ബർ സെറ്റ്, ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ്, പിന്നെ അതിനോടനുബന്ധിച്ചാണ് അതിൻ്റെ ഗ്യാസ്കറ്റ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ. പിന്നെ ഫൈബർ ബോഡിയുടെ വൈബ്രേഷൻ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കിലത്തെ ഈ ബോഡിയൊക്കെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അത് നമുക്കൊരു റബ്ബർ കറക്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അത് കറക്റ്റാക്കി എടുക്കാം. പിന്നെ ഈ സൈഡിലൊക്കെ ആദ്യം പൊട്ടിയേക്കണമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ടൈയൊക്കെ ഇട്ട് പിടിപ്പിച്ചാണ്. ചെറിയൊരു വൈബ്രേഷൻ കാണിക്കും. പക്ഷെ എന്നാൽ പോലും വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് നമുക്കത് ഒന്ന് സെറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോയും എസ്റ്റിമേറ്റും കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.